മലയാള സിനിമയിൽ ഒരു കാലത്ത് നിരവധി നടന്മാരെ വെട്ടിനിരത്തിയ നടനാണ് ദിലീപ്. ദിലീപിൻ്റെ വെട്ടിനിരത്തൽ കുപ്രസിദ്ധമാണ്. സിനിമാ മംഗളത്തിൻ്റെ പത്രാധിപരായിരുന്ന പല്ലിശ്ശേരി അഭ്രലോകം എന്ന തൻ്റെ ആത്മകഥയിൽ അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒരു കാലത്ത് ദിലീപിനെ ഏറ്റവും അസ്വസ്ഥനാക്കിയത് കുഞ്ചാക്കോ ബോബൻ്റെ കുതിച്ചുകയറ്റമായിരുന്നു. കുഞ്ചാക്കോ ബോബനെ പറ്റി ഗോസിപ്പ് എഴുതാൻ പല്ലിശ്ശേരിക്ക് ദിലീപ് കൊടുത്തത് ബ്ലാങ്ക് ചെക്ക്. എത്ര രൂപ വേണമെങ്കിലും എഴുതിയെടുക്കാം പല്ലിശ്ശേരിക്ക്. ആ ചെക്ക് തിരികെ ദിലീപിനെ ഏൽപ്പിച്ചു പല്ലിശ്ശേരി. ദിലീപ് അന്ന് പല്ലിശ്ശേരിയോട് പറഞ്ഞു അത്രേ, ജീവിക്കാൻ അറിഞ്ഞുകൂടാത്ത മനുഷ്യൻ. ഇതാണ് ദിലീപ്. കുഞ്ചാക്കോ ബോബന് ശേഷം ദിലീപ് ഒതുക്കാൻ ശ്രമിച്ചത് പൃഥ്വിരാജിനെയാണ്. പൃഥ്വിരാജിനെ ദിലീപ് പലതരത്തിൽ ഒതുക്കാൻ ശ്രമിച്ചു. പൃഥ്വിരാജ് ഇന്ന് യങ് സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുന്നു. പൃഥ്വിരാജിനെ അനന്തഭദ്രം എന്ന സിനിമയിൽ നിന്ന് മാറ്റണമെന്ന് ദിലീപ് ആവശ്യപ്പെട്ടത് ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നു. പൃഥ്വിരാജിന് ടേണിംഗ് പോയിൻ്റായ ചിത്രമാണ് അനന്തഭദ്രം. സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത അനന്തഭദ്രം. അതിൽ പൃഥ്വിരാജിനെ അഭിനയിപ്പിക്കരുത് എന്നാണ് ദിലീപ് സന്തോഷ് ശിവനോട് പറഞ്ഞതത്രേ. പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക സുകുമാരൻ തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തി. ദിലീപിൻ്റെ പേര് പറയാതെയാണ് അവർ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ദിലീപും പൃഥ്വിരാജും തമ്മിലുള്ള ശത്രുതയ്ക്ക് ആക്കം കൂട്ടുന്നത് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തോട് കൂടിയാണ്. അതിനു മുമ്പ് തന്നെ പൃഥ്വിരാജിനെ പലവിധത്തിൽ തേജോവധം ചെയ്യാൻ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ ദിലീപ് ശ്രമിച്ചിരുന്നു. ദിലീപിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ലാൽ ജോസ് അടക്കമുള്ള സംവിധായകരോട് പൃഥ്വിരാജിനെ അഭിനയിപ്പിക്കരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവർക്കാർക്കും പൃഥ്വിരാജ് എന്ന താരത്തെ തള്ളിക്കളയാൻ ആയില്ല. ലാൽ ജോസിൻ്റെ ക്ലാസ്മേറ്റ്സിൽ പൃഥ്വിരാജ് അഭിനയിച്ചു. ദിലീപ് തൻ്റെ സ്വാധീനം പരമാവധി ഉപയോഗിച്ചു പൃഥ്വിരാജിനെ ഒതുക്കാൻ. ഇവർ തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടത് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പൃഥ്വിരാജാണ് ആദ്യമായി ദിലീപിലേക്ക് സംശയത്തിൻ്റെ വിരൽ ചൂണ്ടുന്നത്. നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഇതൊരു കൊട്ടേഷനാണെന്നും പൃഥ്വിരാജ് തുറന്നടിച്ചു. പിന്നാലെ സംസാരിച്ച മഞ്ജു വാര്യരും പൃഥ്വിരാജിൻ്റെ അഭിപ്രായത്തെ പിന്താങ്ങി. മഞ്ജു വാര്യർ പച്ചയ്ക്ക് തന്നെ പറഞ്ഞു, അതിജീവിതയെ ആക്രമിച്ചത് കൊട്ടേഷൻ കൊടുത്തത് പ്രകാരമാണ്. അതിന് പിന്നിലുള്ള ശക്തികളെ പുറത്ത് കൊണ്ടുവരണം. ഇതായിരുന്നു മഞ്ജു വാര്യരുടെ വാക്കുകൾ. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷമാണ് ദിലീപിൻ്റെ തകർച്ച തുടങ്ങുന്നത്. പൃഥ്വിരാജ് കുതിച്ചു കയറുകയും ചെയ്തു. ദിലീപും പൃഥ്വിരാജും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇപ്പോൾ ബബ്ബബ്ബ എന്ന സിനിമയിൽ ഏറ്റുനിൽക്കുന്നു. സിനിമ 8 നിലയിൽ പൊട്ടിയെങ്കിലും അതിൽ ധ്യാൻ ശ്രീനിവാസനെ കൊണ്ട് പൃഥ്വിരാജിനെതിരെ ഡയലോഗ് പറയിപ്പിച്ചു ദിലീപ്. ധ്യാൻ ശ്രീനിവാസനെങ്കിലും ശ്രദ്ധിക്കണമായിരുന്നു. ഇത്തരം ഡയലോഗുകൾ പറയുമ്പോൾ അത് സിനിമയുടെ ഉൾപോരിൻ്റെ ഭാഗമായി മാറുമെന്ന്. ബബ്ബബ്ബ വലിയ പരുക്കു കൂടാതെ അല്ലെങ്കിൽ വമ്പൻ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെട്ടത് മോഹൻലാലിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. പിന്നെ ഗോകുലം മൂവീസിൻ്റെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബബ്ബബ്ബ ദിലീപിൻ്റെ ദുരന്ത ചിത്രമായി മാറുമായിരുന്നു. ഏകദേശം 50 കോടിയോളം മുടക്കിയെടുത്ത ബബ്ബബ്ബയ്ക്ക് ഇതുവരെ തിരികെ കളക്ഷൻ ലഭിച്ചത് 40 കോടിയോളം രൂപ മാത്രമാണ്. OTT റിലീസിനൊക്കെ പോയി കഴിഞ്ഞാൽ പരുക്ക് കൂടാതെ ഗോകുലം ഗോപാലിന് രക്ഷപ്പെടാം. എന്തായാലും ഈ ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസനെ കൊണ്ട് പൃഥ്വിരാജിനെതിരെ ഡയലോഗ് പറയിപ്പിച്ചത് പൃഥ്വിരാജ് ടീമിന് സുഖിച്ചിട്ടില്ല. പൃഥ്വിരാജിൻ്റെ അടുത്ത ചിത്രമായ ഖലീഫയിൽ ദിലീപിനെതിരെ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നാണ് കേൾവി. എന്തായാലും പൃഥ്വിരാജും ദിലീപും തമ്മിലുള്ള പോര് മുറുകുകയാണ്. കാലാകാലങ്ങളിൽ പല നടന്മാരുടെയും രക്തത്തിൽ ചവിട്ടിയാണ് ദിലീപ് വളർന്നു വന്നത്. നടന്മാരുടെയും സംവിധായകരുടെയും ഒക്കെ രക്തത്തിൽ ചവിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ദിലീപിനെ ആദ്യമായി സോളോ ഹീറോയാക്കി മാറ്റിയത് വിനയനാണ്, കല്യാണ സൗഗന്ധികം എന്ന ചിത്രത്തിലൂടെ.
ഈ ചിത്രം വലിയ ഹിറ്റായി മാറി. അതേ വിനയന് ചലച്ചിത്ര മേഖലയിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ചു ദിലീപ്. തുളസീദാസാണ് ദിലീപിനെ വെച്ച് ദോസ്ത് എന്ന സിനിമ ഒരുക്കിയത്. കുഞ്ചാക്കോ ബോബനും ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. ഈ സിനിമ കഴിഞ്ഞപ്പോൾ ദോസ്ത് എന്ന ചിത്രത്തിലെ തൻ്റെ കഥാപാത്രത്തെക്കാൾ പ്രാധാന്യം കൂടുതൽ കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രത്തിനാണ് എന്നൊരു തോന്നൽ ദിലീപിന് ഉണ്ടായി. ആ തോന്നലിൽ നിന്നാണ് പിന്നീട് തുളസീദാസിനെ അപമാനിച്ചതും വിനയനുമായുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയത്. തുളസീദാസിന് ഡേറ്റ് നൽകിയിട്ട് ആ ഡേറ്റിൽ അഭിനയിക്കാൻ ദിലീപ് തയ്യാറായില്ല. അഭിനയിക്കണമെന്ന് അപേക്ഷിച്ചു വന്ന സീനിയർ സംവിധായകനായ തുളസീദാസിന് ഇരിക്കാൻ കസേര പോലും നൽകിയില്ല. തുളസീദാസിന്റെ കോളേജ് കുമാരൻ എന്ന മോഹൻലാൽ ചിത്രം പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട് തുളസീദാസിനെ അപമാനിക്കുകയായിരുന്നു ദിലീപ്. എന്തായാലും ബബ്ബബ്ബ എന്ന ചിത്രത്തിൽ ദിലീപിന്റെ മുഖ്യ ശത്രു ഇപ്പോൾ പൃഥ്വിരാജാണെന്ന് ദിലീപ് തെളിയിച്ചിരിക്കുന്നു. മോഹൻലാൽ ഈ ചിത്രത്തിൽ തലവെച്ച് കൊടുത്തതാണ് ദുരന്തമായി മാറിയത്. മോഹൻലാലിനെ പോലെയുള്ള നടൻ ദിലീപിനെ പോലെ അപകീർത്തി നേരിടുന്ന അല്ലെങ്കിൽ ദുഷ്പേര് നേരിടുന്ന ഒരു നടന്റെ സിനിമയിൽ പോയി തലവെച്ച് കൊടുക്കരുതായിരുന്നു. ഗോകുലം ഗോപാലനുമായുള്ള ബന്ധമാണ് മോഹൻലാലിനെ ഈ സിനിമയിൽ എത്തിച്ചത് എന്ന് പറയുന്നു. ഗോകുലം ഗോപാലനും ഈ സിനിമയിൽ ചെറുവേഷം ചെയ്യുന്നുണ്ട്. എന്തായാലും ബബ്ബബ്ബയിലെ ദിലീപിനുള്ള മറുപടി വൈശാഖ് ചിത്രമായ ഖലീഫയിലൂടെ പൃഥ്വിരാജ് നൽകും എന്നാണ് സിനിമാ വൃത്തങ്ങൾ നൽകുന്ന സൂചന. പൃഥ്വിരാജും ദിലീപും തമ്മിലുള്ള യുദ്ധം അങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ്. കുഞ്ചാക്കോ ബോബനെയും ദിലീപും തമ്മിലുള്ള യുദ്ധത്തിൽ വിജയിച്ചു കയറിയത് കുഞ്ചാക്കോ ബോബൻ തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ കുഞ്ചാക്കോ ബോബനെ സിനിമയിൽ നിന്ന് അകറ്റി നിർത്താൻ ദിലീപിന് ആയി. ഒരേ പാറ്റേണിലുള്ള വേഷങ്ങളും നവാഗത സംവിധായകരും ഒക്കെ കുഞ്ചാക്കോ ബോബനെ തകർച്ചയിലേക്ക് നയിച്ചു. പിന്നീട് ഗംഭീര മേക്ക് ഓവർ നടത്തി തിരിച്ചു വരുന്ന കുഞ്ചാക്കോ ബോബനെയാണ് കേരളം കണ്ടത്. ട്രാഫിക് എന്ന ചിത്രത്തിലൂടെ തൻ്റെ റൊമാൻറ്റിക് ഹീറോ ഇമേജ് കുഞ്ചാക്കോ ബോബൻ മാറ്റിയെഴുതി. ഇന്ന് ദിലീപിനേക്കാൾ ഒരുപാട് മാർക്കറ്റുള്ള നടനാണ് കുഞ്ചാക്കോ ബോബൻ. ദിലീപിനേക്കാൾ ഒരുപാട് ഉയരത്തിലാണ് പൃഥ്വിരാജ്. പൃഥ്വിരാജിനെ പെട്ടെന്നൊന്നും നശിപ്പിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്നൊന്നും ഇല്ലായ്മ ചെയ്യാൻ ഇനി ദിലീപിന് ആകില്ല. കാരണം വലിയൊരു ശക്തിയായി, മഹാമേരുവായി പൃഥ്വിരാജ് വളർന്നു കഴിഞ്ഞു. മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നടനായി പൃഥ്വിരാജ് ഇപ്പോൾ മാറിക്കഴിഞ്ഞു. എന്തായാലും പൃഥ്വിരാജ് ദിലീപ് പോര് തുടരും എന്ന് തന്നെയാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്ന സൂചന.